ദുബായിൽ നടക്കുന്ന അറബ് ഹെൽത്ത് ആരോഗ്യ പ്രദർശനം ശ്രദ്ധേയമാകുന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. മെഡിക്കൽ രംഗത്തെ ലോകത്തെ ശ്രദ്ധേയമായ പ്രദർശനങ്ങളിൽ ഒന്നാണ് അറബ് ഹെൽത്ത്. ഈ രംഗവുമായി ബന്ധപ്പെട്ട നൂതനമായ ആശയങ്ങൾക്കും നിരവധി ചർച്ചകൾക്കും അറബ് ഹെൽത്ത് വേദിയാകുന്നു. ലോകത്തെ 163 രാജ്യങ്ങളിൽ നിന്നുള്ള 4000-ലധികം കമ്പനികളാണ് അറബ് ഹെൽത്തിൽ പങ്കെടുക്കുന്നത്. നിരവധി സർക്കാർ സ്ഥാപനങ്ങളും ആശുപത്രികളും അറബ് ഹെൽത്തിൽ സജീവമായി പങ്കെടുക്കുന്നു. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് അറബ് ഹെൽത്ത് നടക്കുന്നത്. ചികിത്സാ രംഗത്തെ നൂതനമായ സംവിധാനങ്ങളെ പരിചയപ്പെടുത്തുന്നവയാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ള സ്റ്റാളുകൾ. ചികിത്സാ രംഗത്തെ പുതിയ സംരംഭമായ 3D മെഡിക്കൽ പ്രിന്റിംഗും അതു സംബന്ധിച്ച സെമിനാറുകളുമാണ് ഇത്തവണത്തെ പ്രധാന സവിശേഷത. ആരോഗ്യരംഗം നേരിടുന്ന വെല്ലുവിളികളും അറബ് ഹെൽത്തിൽ ചർച്ച ചെയ്യുന്നു. കുറേ പ്രോഡക്ട്സും കുറേ പുതിയ ടെക്നോളജീസും കുറേ പുതിയ ഡിവൈസസ് ഒക്കെ ഇവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി അറിയാനും അതിനെപ്പറ്റി നമുക്ക് റിസർച്ച് ചെയ്യാനും ആ ഒരു ഇൻട്രാക്ഷൻ കിട്ടാനും ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലാറ്റ്ഫോം. കുറേ ടീച്ചിങ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഈ അറബ് ഹെൽത്തിൻ്റെ. കുറേ കോൺഫറൻസസ് ഇപ്പോൾ ഈ CME ക്രെഡിറ്റ്സ് ഒക്കെ എടുക്കാൻ കുറേ ഹെൽത്ത് കെയർ ലീഡേഴ്സിന് എല്ലാവരും ഈ സമയത്ത് ഒന്നിച്ച് വന്ന് ആ ഒരു ഇൻട്രാക്ഷൻ ഓഫ് ഐഡിയാസ് ആൻഡ് ആ ഒരു ഡിസ്പ്ലേ ഒക്കെ കിട്ടുന്നെങ്കിൽ ദിസ് ഈസ് എ ഗ്രേറ്റ് പ്ലാറ്റ്ഫോം ആക്ച്വലി. ആരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ അറബ് ഹെൽത്ത് പുതിയ ആശയങ്ങളുടെ കൈമാറ്റത്തിനുള്ള വേദി കൂടിയാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ തിരക്കാണ് ഇത്തവണ അനുഭവപ്പെടുന്നത്. മെഡിക്കൽ രംഗത്തെ ലോകത്തെ മുൻനിര സാങ്കേതിക വിദഗ്ധരും ഡോക്ടർമാരും മറ്റു മേഖലകളിൽ നിന്നുള്ളവരും അറബ് ഹെൽത്തിൽ സജീവമായുണ്ട്. മേള നാളെ സമാപിക്കും. ദുബായിൽ നടക്കുന്ന അറബ് ഹെൽത്തിൽ നിന്ന് ടി ജമാലുദ്ദീൻ. സൗദിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള 150 കമ്പനികളുടെ റിക്രൂട്ട്മെന്റ് നടപടികൾ മന്ത്രാലയം നിർത്തിവെച്ചു. വിസ നേടിയതിൽ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണ് കമ്പനികളുടെ റിക്രൂട്ട്മെന്റ് നടപടികൾ നിർത്തിവച്ചിരിക്കുന്നത്. സൗദിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള 150 കമ്പനികളുടെ റിക്രൂട്ട്മെന്റ് നടപടികൾ മന്ത്രാലയം നിർത്തിവെച്ചു. വിസ നേടിയതിൽ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണ് കമ്പനികളുടെ റിക്രൂട്ട്മെന്റ് നടപടി നിർത്തിവെച്ചതെന്ന് സൗദി തൊഴിൽ മന്ത്രാലയ വക്താവ് ഖാലിദ് അബ അൽ ഖൈൽ അറിയിച്ചു. ഈ കമ്പനികൾ നേടിയ 4500 വിസകളും മരവിപ്പിച്ചു. കമ്പനികൾക്കെതിരെ മറ്റു നിയമ നടപടികൾ സ്വീകരിക്കുന്നത് ബന്ധപ്പെട്ട വകുപ്പിന് ഫയൽ കൈമാറി. ഗവൺമെന്റുമായി വിവിധ പദ്ധതികൾക്ക് കരാറിലേർപ്പെട്ട സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി. കമ്പനികൾ അർഹമായതിൽ കൂടുതൽ വിസ നേടിയതായി തൊഴിൽ മന്ത്രാലയ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി കൈക്കൊണ്ടത്. അതേസമയം വ്യക്തികൾക്ക് ഗാർഹിക തൊഴിലാളികളെ നൽകുന്നത് ഇന്തോനേഷ്യൻ ഗവൺമെന്റ് നിർത്തിവെച്ചു. 19 രാജ്യങ്ങൾക്കുള്ള വീട്ടുവേലിക്കാരികളെ ഉൾപ്പെടെയുള്ള ഗാർഹിക തൊഴിലാളികളെ നൽകുന്നതാണ് നിർത്തിവെച്ചത്. ഇവയിൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളും ഉൾപ്പെടും. 2015 ജൂലൈ 1-നാണ് ഉത്തരവിറക്കിയതെങ്കിലും ഈ മാസം 20-നാണ് സൗദി അറേബ്യയ്ക്ക് ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, ദമാം. സൗദിയിലെ ചെറുകിട സ്ഥാപനങ്ങളുടെ പ്രവൃത്തി സമയം കുറയ്ക്കണമെന്ന് സൗദി ഭരണാധികാരി സൽമാൻ രാജാവിനോട് ആവശ്യപ്പെട്ടതായി സൗദി തൊഴിൽ മന്ത്രാലയം. ഈ മേഖലയിൽ സ്വദേശികളെ നിയമിക്കുന്നതിന് വേണ്ടിയാണ് ഈ തീരുമാനം. സൗദിയിലെ ചെറുകിട സ്ഥാപനങ്ങളുടെ പ്രവൃത്തി സമയം കുറയ്ക്കണമെന്ന് സൗദി ഭരണാധികാരി സൽമാൻ രാജാവിനോട് ആവശ്യപ്പെട്ടതായി സൗദി തൊഴിൽ മന്ത്രാലയം. ഈ മേഖലയിൽ സ്വദേശികളെ നിയമിക്കുന്നതിനു വേണ്ടിയാണിതെന്നും സൗദി തൊഴിൽ മന്ത്രി ഡോക്ടർ മുഫ്രിസ് അൽ ഹക്ക് കൗൺസിൽ യോഗത്തിൽ പ്രസ്താവിച്ചു. ചെറുകിട സ്ഥാപനങ്ങളിൽ സ്വദേശി യുവാക്കളെ ജോലിക്ക് വെക്കുന്നതിന് നല്ല പരിശീലനം ആവശ്യമാണ്. വിദേശികളോടാണ് ഇവർക്ക് മത്സരിക്കേണ്ടി വരികയെന്ന് അദ്ദേഹം പറഞ്ഞു. സൗദി തൊഴിൽ വിപണി അനുസരിച്ച് സ്വദേശികളെ വിവിധ ജോലികളിൽ ഇപ്പോൾ പരിശീലിപ്പിച്ചു വരികയാണ്. വിമാനത്തിന്റെ മെയിൻ്റനൻസ് ജോലിയടക്കം ഉയർന്ന ജോലികളിൽ അവർക്ക് പരിശീലനം നൽകുന്നു. നിതാഗത്ത് വ്യവസ്ഥ സ്വകാര്യ മേഖലകളിൽ സ്വദേശി തൊഴിലാളികളുടെ എണ്ണം 2015-ൽ 17 ലക്ഷമായി ഉയർന്നു. 2011-ൽ 7 ലക്ഷം മാത്രമായിരുന്നു ഇത്. 2015 അവസാനത്തിലെ കണക്ക് പ്രകാരം സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശി വനിതകളുടെ എണ്ണം 4,77,000 ഉയർന്നു. 4 വർഷം മുമ്പ് ഇത് 50,000 മാത്രമായിരുന്നു. തൊഴിൽ മന്ത്രാലയത്തിന്റെ സേവനം 96% ഓൺലൈൻ മുഖേന ലഭ്യമാക്കാനായി. സൗദിയിലെ വിവിധ വകുപ്പ് മേധാവികൾ ഷൂറ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ദമാം. കുവൈറ്റിൽ അപകടകരമാം വിധം വാഹനം ഓടിച്ച് വീഡിയോയിൽ പകർത്തിയതിന് 2 പോലീസുകാർക്കെതിരെ നടപടി. ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് അൽ ഖാലിദാണ് പോലീസുകാർക്കെതിരെ നടപടിയെടുത്തത്. നടപടിയുടെ ഭാഗമായി ഇവരുടെ ഡിപ്പാർട്ട്മെന്റ് മാറ്റുന്നതിനും 10 ദിവസത്തെ ശമ്പളം വെട്ടിക്കുറയ്ക്കാനും തീരുമാനമുണ്ട്. ഇവരുടെ വാഹനം ജപ്തി ചെയ്തു. അസ്റ്റർ DM ഹെൽത്ത് കെയർ തഷീൻ പദ്ധതിയുടെ വിജയികളായി 3 അറബ് വനിതാ ജീവനക്കാരെ പ്രഖ്യാപിച്ചു. മെഡ്കെയർ ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് മാനേജർ ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ മിസ് സമ അസീസ്, മെഡ്കെയർ ഓർത്തോപീഡിക് ആൻഡ് സ്പൈൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ഹാനിയ ഇഷാഖ്,
മെഡ്കെയർ ക്ലിനിക് അസിസ്റ്റന്റ് ചീഫ് നഴ്സിംഗ് ഓഫീസർ മിസ് മർവ മഷാൽ എന്നിവരാണ് വിജയികളായവർ. ആരോഗ്യമേഖലയിൽ തന്നെ ഭാവിയിലെ മികച്ച നേതാക്കളായി ഇവരെ മാറ്റിയെടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അസ്റ്റർ DM ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഹോസ്പിറ്റൽ ആൻഡ് ക്ലിനിക് ഗ്രൂപ്പ് CEO-യുമായ അലീഷ മൂപ്പൻ ദുബായിൽ പറഞ്ഞു. UAE-യിലെ ചെട്ടിക്കുളങ്ങര അമ്മ പ്രവാസി സേവാ സമിതി സംഘടിപ്പിക്കുന്ന കുംഭഭരണി മഹോത്സവം നാളെയും മറ്റന്നാളുമായി അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭഗവതി സേവ, സംഗീതാർച്ചന, ഗണപതി ഹോമം, കുത്തിയോട്ടം, കഞ്ഞിസദ്യ, അന്നദാനം തുടങ്ങിയവ ചടങ്ങുകളുടെ ഭാഗമായുണ്ടാകും. ചെട്ടിക്കുളങ്ങര ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പ്ലാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകളെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ദുബായിൽ നടക്കുന്ന സെലിബ്രിറ്റി ബാഡ്മിന്റൺ ലീഗിന്റെ ഭാഗമായി ഗായകൻ യുവാൻ ശങ്കർ ഇളയരാജയുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന സംഗീത നിശ ജനുവരി 29 നടക്കുമെന്ന് ഭാരവാഹികൾ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സബീൽ പാർക്കിൽ വെച്ചാണ് പരിപാടികൾ. സെലിബ്രിറ്റി ബാഡ്മിന്റൺ ലീഗിൽ സൗത്ത് ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ 40ഓളം പ്രമുഖരാണ് പങ്കെടുക്കുക. ദുബായിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ യുവാൻ ശങ്കർ, ഇളയരാജ, ചലച്ചിത്ര നിർമ്മാതാവ് KT കുഞ്ഞുമോൻ, ജോസഫ് രാജ്, പ്രേംചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുവൈറ്റിലെ പ്രശസ്ത ജീവകാരുണ്യ സംഘടനയായ സ്വാന്തനം 15ാമത് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തനം നടത്തുന്ന സ്വാന്തനം കഴിഞ്ഞ വർഷം കുവൈറ്റിലും കേരളത്തിലുമായി 1.5 കോടി രൂപയോളം ചികിത്സാ സഹായമായി നൽകിയിട്ടുണ്ട്. 15 വർഷത്തിനിടെ 8000-ഓളം രോഗികളുടെ ചികിത്സയ്ക്കായി സ്വാന്തനം നൽകിയത് 6.5 കോടിയിൽ പരം രൂപയാണ്. ഡോക്ടർ ബിജി തോമസ് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി KK പഹേൽ ഉദ്ഘാടനം ചെയ്തു. രാജേന്ദ്രൻ മുള്ളൂർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി P. സന്തോഷ് കുമാറിനെ പ്രസിഡന്റായും VD പൗലോസിനെ സെക്രട്ടറിയായും സന്തോഷ് കുമാറിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. കുവൈറ്റ് OICC മാധ്യമ വിഭാഗം AC ജോസ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. മീഡിയ വിംഗ് ചെയർമാൻ ഗിരീഷ് ഒറ്റപ്പാലത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കുവൈറ്റ് OICC നാഷണൽ വൈസ് പ്രസിഡന്റ് എബി വരിക്കാട്, ജനറൽ സെക്രട്ടറിമാരായ BS പിള്ള, വർഗീസ് ജോസഫ് മാരാമൺ തുടങ്ങിയവർ സംസാരിച്ചു. നവയുഗം സാംസ്കാരിക വേദി കോബാർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച സഫിയ അജിത് മെമ്മോറിയൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ OCC ജുബേൽ ടീം ചാമ്പ്യന്മാരായി. ഫൈനൽ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് ആയി OCC ജുബേൽ ടീമിലെ മൻസൂർ തിരഞ്ഞെടുക്കപ്പെട്ടു. MA വാഹിദ് അധ്യക്ഷനായിരുന്നു. ഡോക്ടർ മുഹമ്മദ് ഷാഫി ഉദ്ഘാടനം ചെയ്തു. ടൂർണമെന്റ് സംഘാടക സമിതി ചെയർമാൻ ജമാൽ വില്യാപ്പള്ളി, കൺവീനർ സുബി വർമ്മ പണിക്കർ എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. അസീർ പ്രവാസി സംഘം 6ാം കേന്ദ്ര സമ്മേളനം റിയാദ് കേളി സാംസ്കാരിക വേദി രക്ഷാധികാരി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായി ജനറൽ സെക്രട്ടറി റഷീദ് ചന്ദ്രപിന്നി, പ്രസിഡന്റ് ബാബു പരപ്പനങ്ങാടി എന്നിവരെ തെരഞ്ഞെടുത്തു. ഓർഗനൈസേഷൻ ഓഫ് രസ്താനൂര മലയാളീസിന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. പ്രസിഡന്റ് അഷ്റഫ് നെയ്തല്ലൂർ അധ്യക്ഷനായ ചടങ്ങിൽ വേണുഗോപാൽ റിപ്പബ്ലിക് ദിന സന്ദേശം വായിച്ചു. ജനറൽ സെക്രട്ടറി വർഗീസ് എടത്വ, നബീൽ നെയ്തല്ലൂർ, BL സുരേഷ് കുമാർ, ട്രഷറർ ഉണ്ണി K. നായർ, രാമചന്ദ്രൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രവാസികൾക്കിടയിൽ ആരോഗ്യ ബോധവൽക്കരണം ലക്ഷ്യം വെച്ച് ഇന്ത്യ ഫ്രട്ടേണിറ്റി ഫോറം റിയാദ് റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഹെൽത്തി ലൈഫ് ഹാപ്പി ലൈഫ് ക്യാമ്പയിന്റെ സമാപനം മറ്റന്നാൾ ഷാരാമിയയിലുള്ള ഹയൽ സലാം മക്ബറയ്ക്ക് സമീപം ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. വിവിധ കലാകായിക മത്സരങ്ങളും അനുബന്ധമായി ഉണ്ടാകും. മുഖ്യമന്ത്രിക്ക് 1,10,00,000 രൂപ കോഴ നൽകിയെന്ന് സരിത. തോമസ് കുരുവിളയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി പണം വാങ്ങിയത്. 1,10,00,000 രൂപ 2012 ഡിസംബർ 27 ദില്ലിയിൽ വെച്ചും ബാക്കി തിരുവനന്തപുരത്ത് വെച്ചുമാണ് കൈമാറിയതെന്ന് സരിതയുടെ ഞെട്ടിപ്പിക്കുന്ന മൊഴി. മുഖ്യമന്ത്രിക്കായി ജിക്ക് മോൻ 7 കോടി രൂപയാണ് ആവശ്യപ്പെട്ടതെന്നും സരിത സോളാർ കമ്മീഷന് മൊഴി നൽകി.
സെക്രട്ടേറിയറ്റിൽ ചെന്ന് മുഖ്യമന്ത്രിയെ കണ്ട സരിത സോളാർ പവർ പ്രോജക്റ്റിനെ കുറിച്ച് അറിയിച്ചപ്പോൾ സർക്കാർ അതിന് വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്നറിയിക്കുകയും മന്ത്രി ആര്യാടനെ ചെന്ന് കാണാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്തു. ആര്യാടൻ മുഹമ്മദിനോടും പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അനുകൂല പ്രതികരണമുണ്ടായി. നാളുകൾക്ക് ശേഷവും പദ്ധതി നടക്കാതെ വന്നപ്പോഴാണ് മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ PA 2 കോടി രൂപ കോഴ ആവശ്യപ്പെട്ടത്. തുടർന്ന് 25 ലക്ഷം രൂപ ആര്യാടന്റെ ഔദ്യോഗിക വസതിയിൽ ചെന്നും 15 ലക്ഷം രൂപ കോട്ടയത്തെ ഒരു ചടങ്ങിൽ വെച്ചും ആര്യാടന് വേണ്ടി PAയ്ക്ക് കൈമാറിയതായി സരിത കമ്മീഷന് മൊഴി നൽകി. ഇതിനിടെയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി 7 കോടി രൂപ വേണമെന്ന് ജിക്കുമോൻ ആവശ്യപ്പെട്ടത്. പണം ഡൽഹിയിൽ വെച്ച് കൈമാറാനും ആവശ്യപ്പെട്ടു. ജിക്കുമോൻ നിർദ്ദേശിച്ചതനുസരിച്ച് ഡൽഹിയിൽ ചെന്ന സരിത തോമസ് കുരുവിളയെ വിളിക്കുകയും വിജ്ഞാൻ ഭവനിൽ വെച്ച് മുഖ്യമന്ത്രിയെ കാണുകയും ചെയ്തു. തുടർന്ന് ചാന്ദിനി ചൌക്കിൽ വെച്ച് തോമസ് കുരുവിളയുടെ കാറിൽ വെച്ച് 1 കോടി 10 ലക്ഷം രൂപ മുഖ്യമന്ത്രിക്ക് വേണ്ടി കൈമാറിയതായി സരിത മൊഴി നൽകി. പിന്നീട് തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ചും 80 ലക്ഷം രൂപ തോമസ് കുരുവിളയ്ക്ക് കൈമാറി. താൻ പറയുന്നതെല്ലാം പകൽ പോലെ സത്യമാണെന്നും മൊഴി നൽകിയ ശേഷം സരിത മാധ്യമങ്ങളോട് പറഞ്ഞു. 1 കോടി 90 ലക്ഷം രൂപ എന്റെ നേരിട്ട് ഉള്ള അറിവിൽ ഞാൻ ഇടപെട്ട് നിന്ന് തോമസ് കുരുവിള മുഖാന്തരം കൊടുത്തതാണ്. ഞാൻ CM-ന് നേരിട്ട് കൊടുക്കാൻ കയ്യിൽ വാങ്ങിക്കാനുള്ള ഒരു അവസ്ഥയല്ല. 2, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അറിയുക, ആരെ ഞാൻ ഏൽപ്പിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ തോമസ് കുരുവിളയുമായിട്ട് ബന്ധപ്പെടാനായിരുന്നു. രാഷ്ട്രീയക്കാരുടെ ഇടപാടുകളൊക്കെ ഒരു വിധത്തിൽ ചെറിയ രീതിയിലാണെങ്കിലും കൈക്കൂലിയൊക്കെ കൊടുക്കാതെ ഈ രാജ്യത്ത് ഒന്നും നടന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിന്റെ രീതികൾ മനസ്സിലാക്കിയിട്ടുള്ള സ്ഥിതിക്ക് പിന്നെ അദ്ദേഹത്തിന്റെ അറിവില്ല എന്ന് അദ്ദേഹം കൊടുക്കൂ, ശരി ഞാൻ പണം റെഡി ആയിട്ടുണ്ട് ഓക്കെ എന്ന് പറയുമ്പോൾ, പണം റെഡി ആയിട്ടുണ്ട് ഓക്കെ എന്ന് പറയുന്ന ഒരു വ്യക്തി അറിയാതെയാണോ പണമെന്ന് പറയുന്നത് മനസ്സിലാക്കാത്തൊരു വ്യക്തിയല്ല. മല്ലേലിൽ ശ്രീധരൻ നായരും താനും ചേർന്ന് മുഖ്യമന്ത്രിയെ സെക്രട്ടേറിയറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നും സരിത മൊഴി നൽകി. ജിക്കുമോന്റെയും ജോപ്പന്റെയും സലീം രാജിന്റെയും ഫോണിലൂടെ മുഖ്യമന്ത്രിയുമായി സംസാരിക്കാറുണ്ടായിരുന്നെന്നും സരിത പറഞ്ഞു. ഇതിനു പുറമെ ക്ലിഫ് ഹൗസിലെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ ലാൻഡ് ഫോൺ നമ്പറിൽ രാവിലെ 6 മണിക്കും 7 മണിക്കും ഇടയ്ക്ക് അദ്ദേഹത്തെ വിളിക്കാൻ അവസരം തന്നിരുന്നുവെന്നും സരിത വെളിപ്പെടുത്തി. ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളതിനാൽ വിസ്താരം നേരത്തെ പൂർത്തിയാക്കണമെന്ന സരിതയുടെ അപേക്ഷ പരിഗണിച്ച് ഉച്ചയോടെ വിസ്താരം അവസാനിപ്പിച്ചു. സരിതയുടെ വിസ്താരം നാളെയും തുടരും. KM ഉമേഷ്, കൊച്ചി. സരിത പറയുന്നത് കേരളം വിശ്വസിക്കില്ലെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. സരിത ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ 2 ലക്ഷത്തിന്റെ ചെക്ക് വരെ മടങ്ങിയതാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. തനിക്ക് പറയാനുള്ളതെല്ലാം കമ്മീഷന് മുന്നിൽ പറഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറയുന്നു. 1 രൂപയുടെ ആനുകൂല്യം ഇവർക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഗവൺമെന്റിന് 1 രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? ഈ കുറ്റം ചെയ്തവർക്കെതിരെ നിയമ നടപടി എടുക്കുന്നതിൽ എവിടെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ? ഈ 3 കാര്യം ഞാനിവിടെ വ്യക്തമാക്കി. 14 മണിക്കൂർ ചോദ്യം ചെയ്തതിനകത്ത് ഒന്നുപോലും അതിനകത്ത് ഇതിന് വ്യത്യസ്തമായിട്ടൊന്ന് പറയാൻ സാധിച്ചിട്ടില്ല. ഒരാനുകൂല്യം കിട്ടാതെ കോടികൾ വാരി വിതറുമോ? ഒന്നും ശരിയല്ല. അതിനകത്ത് യാതൊരു അടിസ്ഥാനവുമില്ല. ഇപ്പം അവരിപ്പോൾ ഏത് സാഹചര്യത്തിൽ പറഞ്ഞു എന്ന് പോലും എനിക്കറിയത്തില്ല. മന്ത്രി ആര്യാടൻ മുഹമ്മദിനെതിരെ സരിത സോളാർ കമ്മീഷനിൽ മൊഴി നൽകി. ആര്യാടന് 40 ലക്ഷം രൂപ കൈമാറിയെന്നും മന്ത്രിക്ക് വേണ്ടി PA കേശവനാണ് കൈപ്പറ്റിയതെന്നും സരിത പറഞ്ഞു. എന്നാൽ ആരോപണം ആര്യാടന് നിഷേധിച്ചു. പല കാര്യങ്ങൾക്കും സരിത തന്നെ സമീപിച്ചെങ്കിലും ഒരു കാര്യം പോലും താൻ ചെയ്തു കൊടുത്തില്ലെന്നായിരുന്നു ആര്യാടന്റെ പ്രതികരണം. ടീം സോളാറിന്റെ പദ്ധതികൾക്ക് സർക്കാരിന്റെ അംഗീകാരം ലഭ്യമാക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് ആര്യാടൻ മുഹമ്മദിനെ കണ്ടതെന്ന് സരിത സോളാർ കമ്മീഷനിൽ വെളിപ്പെടുത്തി. ആര്യാടന്റെ PA കേശവൻ നിർദ്ദേശിച്ച പ്രകാരം തുക കൈമാറി. 2 കോടി രൂപ ആവശ്യപ്പെട്ടെങ്കിലും വിലപേശലിലൂടെ 75 ലക്ഷമാക്കി കുറച്ചു. PA കേശവന്റെ കൈവശമാണ് തുക കൊടുത്തതെന്നും സരിത വെളിപ്പെടുത്തി. ഞാൻ ജയിലിൽ നിന്നിറങ്ങി 2 വർഷമായി. നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ട് സത്യം പറയുന്നില്ല. ഈ 2 വർഷം എന്റെ പ്രതീക്ഷകളാണ്. അതായത് എന്റെ കേസുകളെല്ലാം തന്നെ 2.5 കോടി രൂപയുടേതാണ്. ഈ പണം വാങ്ങിച്ച പണം അതിന്റെ ഒരു പെർസെന്റേജ് എങ്കിലും തിരിച്ചു കിട്ടിയാൽ അതിലൊരു 10 കേസുകൾ എനിക്ക് സെറ്റിൽ ചെയ്യാം. എനിക്കും ഒരു കുടുംബമുണ്ട്. കേസും കൊണ്ട് എന്നാൽ ആരോപണങ്ങൾ ആര്യാടൻ മുഹമ്മദ് നിഷേധിച്ചു. സരിത പല കാര്യങ്ങളും തന്നോട് ആവശ്യപ്പെട്ടെങ്കിലും ഒരു കാര്യം പോലും താൻ ചെയ്തു കൊടുത്തിട്ടില്ല. എന്തിനു വേണ്ടി എനിക്ക് പണം തന്നു? എന്തായിരുന്നു അവരാവശ്യം? ഞാൻ അവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ടില്ല. അവർ 2-3 കാര്യം ചോദിച്ചിരുന്നു. ഞാൻ ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തള്ളിയിരിക്കുകയാണ്. പിന്നെ എനിക്ക് പണം തരേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല, ഇതുവരെ അതുപോലത്തെ എത്രയോ കഥകൾ സോളാറിനെ പറ്റി പുറത്ത് വന്നു. എനിക്ക് പണം തന്നെന്നുള്ളൊരു കേസ് ഇതുവരെ വന്നിട്ടില്ല. ബാർക്കോഴ ആരോപണത്തിൽ 2 മന്ത്രിമാർ രാജിവെക്കുകയും പുതിയ 2 മന്ത്രിമാർ ആരോപണ വിധേയരാകുകയും ചെയ്തതിനു പിന്നാലെ സോളാർ കേസിൽ ആര്യാടൻ മുഹമ്മദും മുഖ്യമന്ത്രിയും കുടുങ്ങിയതിന്റെ ഞെട്ടലിലാണ് UDF സംവിധാനം ഒന്നടങ്കം. S ജീവൻകുമാർ, തിരുവനന്തപുരം.
മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ തെളിയിക്കുന്നതിനുള്ള ദൃശ്യങ്ങൾ കയ്യിലുണ്ടെന്ന് സരിത. ദൃശ്യങ്ങൾ വിശ്വസനീയമായ അന്വേഷണ സംഘത്തിന് നൽകുമെന്നും സരിത പീപ്പിളിന്റെ ന്യൂസ് ആൻഡ് വ്യൂസ് പരിപാടിയിൽ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് പണം കിട്ടിയെന്ന് താൻ ഉറപ്പുവരുത്തിയെന്നും മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സരിത ന്യൂസ് ആൻഡ് വ്യൂസിൽ കൂട്ടിച്ചേർത്തു. ഈ മുഖ്യമന്ത്രി പറയുന്നത് പോലെ പേഴ്സണൽ സ്റ്റാഫിന്റെ മാത്രം പ്രശ്നമാണോ അത്? അതിലർത്ഥമില്ല. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഉറപ്പ് വാങ്ങിയതിനു ശേഷം മാത്രമാണ് പണം ഹാൻഡ് ഓവർ ചെയ്തത്. തുടർന്ന് അതിനെ പറ്റിയിട്ടുള്ള ധാരാളം കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇത് മുഖ്യമന്ത്രിക്ക് കിട്ടിയെന്ന് കൺഫേം ചെയ്തോ സരിത? ഈ മുഖ്യമന്ത്രിക്ക് കിട്ടിയെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. ഒന്നല്ല 10 പ്രാവശ്യം. ഇത് മുഖ്യമന്ത്രിക്ക് കിട്ടി, മുഖ്യമന്ത്രി അത് കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളത് സരിത 10 തവണ കൺഫേം ചെയ്തിട്ടുണ്ട് എന്നാണ് സരിത ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. 10 എന്ന് പറഞ്ഞാൽ 10 കൂടുതലായിരിക്കാം. അതായത് ഞാൻ ഡെയിലി അതിനുശേഷം ഈ കൊടുത്തതിന് ശേഷം ഞാനൊരു എത്രയോ പ്രാവശ്യം ഇതിന്റെ പേരിൽ ഞാൻ സെക്രട്ടേറിയറ്റിലും നേരിലും അല്ലാതെയും ക്ലിഫ് ഹൗസിലും മറ്റുള്ളവരുടെ ഫോണിലും തുടരെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇന്നിപ്പോ സരിത കൊടുത്തിരിക്കുന്ന ആ മൊഴിയുണ്ടല്ലോ, ആ മൊഴിയെ സാധൂകരിക്കാൻ കഴിയുന്ന ഓഡിയോ വിഷ്വൽ തെളിവുകൾ സരിതയുടെ കൈവശമുണ്ടോ? ഇതിൽ സരിതയെ തട്ടിത്തെറിപ്പിക്കാൻ ആർക്കും പറ്റില്ല. എന്റെ കയ്യിൽ അതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ട് എന്ന് സരിത ഉറച്ചു വിശ്വസിച്ച് പറയുന്നുണ്ടോ? വരും ദിവസങ്ങളിൽ അങ്ങനെ ഒരു ആവശ്യം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ ഹാജരാക്കാൻ പറ്റുന്ന വിഷ്വൽസ് എന്റെ ഭാഗത്തുണ്ട്. രാധാകൃഷ്ണനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധം തുറന്നു പറഞ്ഞത് തന്റെ ജീവന് ഭീഷണിയാകുമെന്ന് സരിത പറഞ്ഞു. വീണ്ടും പല കാര്യങ്ങൾ മറച്ചുവെച്ച് തന്നെയാണ് സരിത ഇന്ന് പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള പല രഹസ്യങ്ങളും മറച്ചുവെച്ചാണ് വീണ്ടും സരിത വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയും ബിജു രാധാകൃഷ്ണനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് താൻ വെളിപ്പെടുത്താത്തത് അത് തന്റെ കൂടി വ്യക്തിജീവിതത്തെ ബാധിക്കുമെന്നതിനാലാണെന്നും സരിത സോളാർ കമ്മീഷനിൽ മൊഴി നൽകിയ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ബിജു രാധാകൃഷ്ണനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധം തുറന്നു പറയുമെന്ന് നേരത്തെ പലവട്ടം സരിത പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരുടെയൊക്കെയോ സമ്മർദ്ദം കൊണ്ട് സരിത അതൊക്കെ മറച്ചുവെച്ചിരുന്നു. സരിതയെ താൻ കണ്ടിട്ടില്ലെന്നും തനിക്ക് അറിയില്ലെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ വാക്കുകളും ഇപ്പോൾ സരിത ഖണ്ഡിച്ചിരിക്കുകയാണ്. ബിജു രാധാകൃഷ്ണനുമായി നടത്തിയ സ്വകാര്യ സംഭാഷണത്തെക്കുറിച്ച് പറയില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കോട്ടയത്തെ കടപ്ലാമറ്റത്ത് വെച്ച് കാണുന്നതിന് 1 വർഷം മുമ്പ് തന്നെ ഉമ്മൻചാണ്ടിയെ തനിക്ക് പരിചയമുണ്ടായിരുന്നു. 1,90,00,000 രൂപ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി തോമസ് കുരുവിളയ്ക്ക് നൽകിയിട്ടുണ്ട്. പണമിടപാടുകളെല്ലാം ഡീൽ ചെയ്തിരുന്നത് മുഖ്യമന്ത്രിയുടെ PA ജിക്കുമോനായിരുന്നു. അതേസമയം സരിതയെ രാത്രി ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്ന് മാത്രമാണ് ജിക്കുമോൻ സോളാർ കമ്മീഷനിൽ മൊഴി നൽകിയത്. എന്നാൽ 418 തവണ എന്തിന് തന്നെ വിളിച്ചെന്ന് ജിക്കുമോൻ വ്യക്തമാക്കണമെന്നും സരിത ചോദിച്ചു. ഇത്തരത്തിൽ പല തുറന്നു പറച്ചിലും സരിത നടത്തുമ്പോഴും മുഖ്യമന്ത്രിയും ബിജു രാധാകൃഷ്ണൻ തമ്മിലുള്ള ബന്ധം പറയാത്തത് വീണ്ടും സംശയത്തിനിടയാക്കുകയാണ്. പല ഉന്നതന്മാരും സരിതയുമായുള്ള ലൈംഗിക ബന്ധത്തിന്റെ CD ഉണ്ടെന്ന ബിജു രാധാകൃഷ്ണന്റെ വെളിപ്പെടുത്തലും അത് തേടിയുള്ള യാത്രയും പിന്നീട് CD അപ്രത്യക്ഷമായതുമൊക്കെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. പല രാഷ്ട്രീയ ഉന്നതന്മാരും തന്നെ ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നേരത്തെ സരിത വെളിപ്പെടുത്തൽ നടത്തിയിട്ടും അത് ആരൊക്കെയെന്ന് പറയാത്തതും സംശയകരമാണ്. അങ്ങനെ വീണ്ടും പലതും മറച്ചുവെച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ കൂടി ലക്ഷ്യമിട്ട് ചില കാര്യങ്ങൾ മാത്രം തുറന്നു പറഞ്ഞ് സരിത വീണ്ടും മുന്നോട്ട് വന്നിരിക്കുകയാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സോളാർ കമ്മീഷനിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിക്കാൻ ഇടപെട്ടത് തമ്പാനൂർ രവി. സരിതയും തമ്പാനൂർ രവിയും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം പീപ്പിൾ പുറത്തുവിട്ടു. എന്നാൽ മുഖ്യമന്ത്രിയെ പിതൃതുല്യൻ എന്ന് വിശേഷിപ്പിച്ച് സരിതയെ സ്വാധീനിക്കേണ്ട കാര്യമില്ലെന്നും സംഭാഷണം പുറത്തുവന്ന സാഹചര്യത്തിൽ തമ്പാനൂർ രവി പ്രതികരിച്ചു. അത് നാളെ എടുക്കുമെന്ന് പറഞ്ഞു. മൊഴി എടുക്കും. മറ്റേ ക്രോസ് വരുന്നത് ബിജുവിന്റെ മനസ്സിലായി സാറേ. നാളെ രാവിലെയാണ് സാറേ. ഞാൻ മൊഴി എടുക്കുന്ന കാര്യം പറഞ്ഞ് മൊഴി എടുക്കാൻ കയറും. നാളെ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന അനുസരിച്ച് നമുക്ക് അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ നോക്കിക്കോളാം. അല്ലാതെ തന്നെ ഏതോ ഒരു ഓൺലൈനിൽ ഫുള്ള് കൊടുത്തിട്ടുണ്ട് സാറ് സംസാരിച്ച് ക്രോസ് എല്ലാം. ഓക്കെ സാറേ. ശരി സാറേ. ലെറ്റർ സ്റ്റേ ചെയ്തു കൊടുക്കുന്നത്. അത്
പിന്നെ പേഴ്സണൽ കാര്യങ്ങളാണ്, അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ല എന്ന് മറുപടി പറഞ്ഞാൽ പോരെ. അത് നാളെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കാം സാറേ. ഫോൺ വിളിച്ചാൽ ഇനി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ ഫോണ് ചിലപ്പം അല്ലെങ്കിൽ അഡ്വക്കേറ്റിന്റെ ഫോണൊക്കെ ടാപ്പിംഗ് ആയിരിക്കും. ശ്രീധരൻ നായർക്കൊപ്പം സരിതയെ കണ്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴും തെളിവുകൾ മുഖ്യമന്ത്രിക്കെതിരാകുന്നു. സരിത തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ കള്ളം പൊളിയുകയാണ്. മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിന്മേലാണ് 40 ലക്ഷം രൂപ നൽകിയതെന്നാണ് മലയാളിയിൽ ശ്രീധരൻ നായർ പറയുന്നത്. 2012 ജൂലൈ 9 മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ക്രഷർ ഉടമ മലയാളിയിൽ ശ്രീധരൻ നായർ 164 പ്രകാരം മൊഴി നൽകിയിരുന്നത്. ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാനൊരു 2 ലക്ഷം രൂപയുടെ ഡീഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞ് കവർ ചെയ്യുന്നിടത്ത് കുഴപ്പമില്ല, ഇത് ഇങ്ങനെയൊക്കെ തന്നെങ്കിലല്ലേ നാട്ടിൽ നാളെ നടക്കത്തുള്ളൂ എന്നുള്ള സന്തോഷമായിട്ട് അത് വാങ്ങിച്ച് ജോപ്പൻ്റെ കൊടുത്തു. വളരെ നല്ല കാര്യം. ശ്രീധരൻ നായർക്കൊപ്പം സരിതയുണ്ടായിരുന്നു എന്ന വാദങ്ങൾ മുഖ്യമന്ത്രി നിഷേധിച്ചതോടെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ അന്വേഷണ സംഘം തയ്യാറാവുകയായിരുന്നു. എന്നാൽ 14 ദിവസത്തിലധികം CCTV ദൃശ്യങ്ങൾ സൂക്ഷിക്കാറില്ലെന്നും ദൃശ്യങ്ങളില്ലെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയതോടെ അന്വേഷണ സംഘം മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. സരിതയെ ശ്രീധരൻ നായർക്കൊപ്പം കണ്ടിട്ടില്ലെന്ന് വാർത്താസമ്മേളനത്തിലും സോളാർ കമ്മീഷനിലും മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോൾ പ്രസ്തുത ദിവസം സരിതയും ശ്രീധരൻ നായരും ഒരേ ടവർ പരിധിയിൽ ഉണ്ടായിരുന്നുവെന്ന് ADGP ഹേമചന്ദ്രൻ കണ്ടെത്തി. ഹേമചന്ദ്രന്റെ മൊഴി സോളാർ കമ്മീഷൻ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും മുഖ്യമന്ത്രി അറിയില്ലെന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു. ശ്രീധരൻ നായർക്കൊപ്പം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നുവെന്ന് ഇന്ന് സരിത തന്നെ വെളിപ്പെടുത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ പൊളിയുകയാണ്. ജൂലൈ 9 ഒരു 2012 ജൂലൈ 9 4 മണിക്ക് തന്ന അപ്പോയിന്റ്മെന്റ് ആണ്. സെൽവരാജ് MLAയും കൂടെ ഇരുനിറമുള്ള വണ്ണമുള്ള ഒരു ഗദർ വസ്ത്രധാരിയും അവിടെ ഉണ്ടായിരുന്നു. സരിതയുമായി ബന്ധമില്ലെന്ന് പലകുറി മുഖ്യമന്ത്രി നിഷേധിക്കുമ്പോഴും തെളിവുകളും മൊഴികളും മുഖ്യമന്ത്രിക്കെതിരാകുന്നു. മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിന്മേലാണ് സോളാറിൽ പണം നിക്ഷേപിച്ചതെന്നാണ് ശ്രീധരൻ നായർ പറയുന്നതും. ന്യൂസ് ഡെസ്ക്.